കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം തീരുമാനിക്കുന്നത് സമസ്തയും സമസ്തയുടെ തലപ്പത്തുള്ളവരുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, സ്കൂൾ സമയം പുനഃക്രമീകരിക്കാൻ ഇടതുമുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം നിയമസഭയിലും പ്രസ്താവിച്ചു. അവസാനം സമസ്ത പറഞ്ഞു അത് പാടില്ല. ആര് പറഞ്ഞാലും നടപ്പാക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. പക്ഷേ സമസ്ത പറഞ്ഞതാണ് പിന്നീട് നടപ്പാക്കിയത്. അതേപോലെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു, സമസ്തയുടെ തീരുമാനം അംഗീകരിക്കേണ്ടി വന്നു. അതായത് ഇടതുപക്ഷ മുന്നണിയുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പല നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് സമസ്തയാണ്, അതുപോലെ തീവ്രവാദ സംഘടനകളാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇത് ഒരു വികസനത്തിൻ്റെ അജണ്ടയായി ആരും കരുതരുത്. ഇത് വിഘടനവാദത്തിൻ്റെ, വിഭജനവാദത്തിൻ്റെ, ഈ തീവ്രവാദത്തിൻ്റെ അജണ്ട മാത്രമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നേരത്തെ ചില സംഘടനകൾ പ്രത്യേക ജില്ല ആവശ്യപ്പെട്ടു. പ്രത്യേക ജില്ല കഴിഞ്ഞതിന് ശേഷം പ്രത്യേക സംസ്ഥാനം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. പ്രത്യേക ജില്ലയും പ്രത്യേക സംസ്ഥാനവും കഴിഞ്ഞാൽ ഇനി പ്രത്യേക രാഷ്ട്രം എന്നുള്ളതായിരിക്കും ഇവർ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായ വികാരം കേരളത്തിൽ ആകമാനം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അഭിപ്രായം അറിയാൻ കേരളത്തിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്.